ശ്രീ അരുൺകുമാർ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ തേര് തെളിക്കുന്ന സാരഥികളായി വെള്ളാപ്പള്ളി നടേശനെയും ജി സുകുമാരൻ നായരെയും ആണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? LDF ഒരു ഹിന്ദു മുന്നണി 2.0 ആയി മാറുകയാണോ? ഇവിടെ എല്ലാ സാമുദായിക സംഘടനകളും അത് മതപരിഗണനകളില്ലാതെ തന്നെ ഇടതുപക്ഷത്തോട് യോജിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും സമുദായ സംഘടന മാത്രമല്ല, ഈ സമൂഹത്തിലെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഇടതുപക്ഷത്തോട് യോജിക്കേണ്ടി വരും. കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി LDF ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ഒന്നാം പിണറായി സർക്കാർ 600 കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പാക്കി അവ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിച്ചു. രണ്ടാം പിണറായി സർക്കാർ 900 കാര്യങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ കൃത്യമായി പ്രകടന പത്രികയിലൂടെ അറിയിച്ച് അതിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ 739 കാര്യങ്ങൾ പൂർത്തീകരിച്ചതായി ജനങ്ങളെ അറിയിച്ച് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ തള്ളി പറയാൻ കഴിയാത്ത തരത്തിലേക്ക് തന്നെയാണ് ആരാധന സംരക്ഷിക്കാനും ആചാരങ്ങൾ സംരക്ഷിക്കാനും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ആരാധനാ സംരക്ഷണവും ഒക്കെ ഇന്നു മുതലാണ് ശ്രീ അരുൺകുമാർ അജണ്ടയിലേക്ക് വന്നത്. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു. ഇത് ആരുടെ പ്രശസ്തമായ വാചകങ്ങളാണ്? പിണറായി വിജയന്റെ വാചകങ്ങളാണ്. നമ്മൾ അന്ന് കണ്ടതിന്റെ ഒരു ശീർഷാസന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് പിണറായി വിജയനും നിങ്ങളുടെ പാർട്ടിക്കുമെതിരെ വാളെടുത്തിരുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഇപ്പോ പിണറായി വിജയൻ കൊള്ളാം എന്ന് പറയുകയും ഞങ്ങൾ ആചാര സംരക്ഷണത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ശീർഷാസന കാഴ്ചയാണ്. ഏതെങ്കിലും തരത്തിൽ CPM ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെയോ ആചാരങ്ങൾക്കെതിരെയോ വർത്തമാനം പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഏതു മതത്തിലും വിശ്വസിക്കാം, ഏതു മതത്തിലുള്ള വിശ്വാസത്തെയും നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ലാതെ തന്നെ ജീവിക്കാം. പരമോന്നത നീതിപീഠം ഒരു വിധി പറഞ്ഞപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ആ വിധിയെ നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ വിധി വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ച രാഷ്ട്രീയ പാർട്ടികൾ വിധി വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സുവർണ അവസരത്തിന് വേണ്ടി അവരുടെ മുൻ നിലപാട് തിരുത്തി രംഗത്ത് വരികയും അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വിധി വരുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? വിധി വന്നതിന് ശേഷം കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? വിധി വരുന്നതിന് മുമ്പ് BJPയുടെ നിലപാട് എന്തായിരുന്നു? ആരൊക്കെയാണ് ഈ വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചത്? സുപ്രീം കോടതിയെ സമീപിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിൽ പരസ്യമായി പ്രതികരണം നടത്തിയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നേതാക്കന്മാർ ആരൊക്കെയാണ്? ഫേസ്ബുക്കിൽ കുറിപ്പിട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? പിന്നീട് സുവർണാവസരം വന്നപ്പോൾ ആ സുവർണാവസരം മുതലാക്കണമെന്ന് പറഞ്ഞ് പൊതുസമ്മേളനത്തിലടക്കം പ്രസംഗിച്ച നേതാക്കന്മാർ ആരൊക്കെയാണ്? ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്നു എന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. BJP കേന്ദ്രത്തിൽ തുടരുന്നു എന്നതുകൊണ്ട് ഒറ്റ മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. BJP മനുഷ്യരിലേക്ക് പടരുകയാണ് എന്ന് പറഞ്ഞത് മാത്രമല്ല, ആചാരങ്ങളെ അവഗണിക്കാൻ അല്ലെങ്കിൽ ആചാരങ്ങളെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച ആർജവം കാണിച്ച ആളുകളായിരുന്നു അയ്യങ്കാളിയും നാരായണ ഗുരുവും ഒക്കെ എന്ന് നവോത്ഥാന സംഗമം നടത്തി മുക്കിന് മൈക്ക് വെച്ച് പ്രസംഗിച്ചത് ആരാണ് ഇത് കേരളത്തെ ഉദ്ബോധിപ്പിച്ചത്? നമ്മളൊരു 5 വർഷം പിറകോട്ട് പോയാൽ മതി, 5 വർഷം പോലും പിറകോട്ട് പോകണ്ട. ഇതിൽ നിന്നൊക്കെ എവിടെ നിന്നാണ് പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്? പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുക്കുകയാണ് അരുൺകുമാർ. ഒരു യൂട്ടേണും അല്ല, അത് നിങ്ങൾക്ക് തോന്നലാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് BJP കേരളത്തിലെ ജനങ്ങൾക്കും രാജ്യത്തെ വിശ്വാസികൾക്കും കൊടുത്തൊരു വാക്കുണ്ട്. കേന്ദ്രത്തിൽ തുടരുന്നത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ ഈ ആചാരങ്ങളെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തി സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ നേരിടും. സുപ്രീം കോടതി വിധിയെ നേരിടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, പാർലമെന്റിൽ നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. എവിടെയാ നിയമനിർമ്മാണം? അവിടെ നിൽക്കട്ടെ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ CPM മുന്നോട്ട് വെച്ച ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇവിടെ പരമോന്നത നീതിപീഠത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ നിലനിൽക്കുന്ന ഒരു കേസ്, ആ കേസിന്റെ വിധി വരുന്നത് വരെ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ച് ഒരു വലിയ ബെഞ്ചിന് റഫർ ചെയ്ത സാഹചര്യത്തിൽ അവിടെ നിൽക്കട്ടെ, ഇനി വിധി വരട്ടെ എന്നെടുക്കുന്ന തീരുമാനം ശരിക്കും നീതിപീഠത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ്. മറിച്ച് എന്താ, ഏതെങ്കിലും തരത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തെയും ആചാരങ്ങളെയും ലംഘിക്കുന്ന തരത്തിൽ ഉള്ള നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത്. ഈ കഴിഞ്ഞ 9.5 വർഷമായി ഇവിടുത്തെ ദേവസ്വം ബോർഡുകൾക്ക്, ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 145.40 കോടി രൂപയാണ് മാറ്റിവെച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് 26 കോടി. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. മൊത്തം 638
അതൊരു ആനക്കാര്യമല്ല. പറയട്ടെ. ദേവസ്വം വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടല്ലോ. അപ്പോ ദേവസ്വം ബോർഡുകൾക്ക് വിഹിതം നീക്കിവെക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്തോ ചരിത്രത്തിൽ ആദ്യമായി നടപ്പാക്കിയ ഒരു കാര്യമാണ് എന്നുള്ള മട്ടിൽ ചർച്ച നടത്തല്ലേ? അത് സ്വാഭാവിക നടപടിക്രമമാണ്. ഞാൻ അങ്ങനെയിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൺക്ലൂഡ് ചെയ്യൂ. ഒറ്റ മിനിറ്റ്. അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. അതായത് ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം നടത്തി അവിടെ റെയിൽവേ സംവിധാനവും വിമാനത്താവളവും അടക്കം കൊണ്ടുവന്ന് മുൻപ് ഈ 40 വർഷത്തോളം കേരളം ഭരിച്ച UDF ഗവൺമെന്റ് സ്വപ്നത്തിൽ പോലും കാണാത്ത നിരവധി സാഹചര്യങ്ങൾ അവിടെ യാഥാർത്ഥ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ആരാധനയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രഖ്യാപിത നിലപാടുകൾ കൃത്യമായി നടപ്പാക്കി തന്നെയാണ് പോകുന്നത്. ഇപ്പോ പലതരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം എല്ലാ മേഖലയിൽ നിന്ന് വരുമ്പോൾ ആരോപണങ്ങളും നുണപ്രചരണങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരൊക്കെ അവർക്ക് തിരുത്തേണ്ടി വരും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.